വരവട ചന്ദ്രശേഖർ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ശരി, അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു. ഇന്ന് അദ്ദേഹവും മാറി, ഈ കൂത്തുപറമ്പുകാരും മാറി. അവസാനം മാറാതെ കിടന്ന ഒരാൾ പുഷ്പനായിരുന്നു. പുഷ്പൻ മരിച്ചപ്പോൾ ഫൈനലായി. കൂത്തുപറമ്പ് അജിറ്റേഷൻ ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു, അത് വെറും എം വി രാഘവനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഇപ്പോഴും അവർ സമ്മതിക്കുകയൊന്നുമില്ല. അവരുടെ പ്രവൃത്തി മുഴുവൻ അതിനെതിരെ ഒന്നാണ്. അപ്പോൾ ഉള്ളിൽ അവർക്ക് ഈ ദേഷ്യമൊന്നുമില്ല. ഈ ദേഷ്യം ഇല്ലാത്ത ആളാണ് ജയരാജൻ. ജയരാജന് 2012 RSS സ്വയംസേവകരുടെ വീട് പോപ്പുലർ ഫ്രണ്ടുകാർ അടിച്ചു തകർത്തു. 4-5 വീട് ഓടൊക്കെ അടിച്ച് പൊട്ടിച്ച് ജനച്ചില്ല് പൊട്ടിച്ചു. ഒരു മേജർ ആക്രമണമല്ല, എന്നാൽ ഒരാക്രമണം. ഇവരുടെ വീടുകളിൽ സന്ദർശിക്കാൻ പോയത് ജയരാജനാണ്, പി ജയരാജൻ. അവരും ഞെട്ടിപ്പോയി. പി ജയരാജൻ്റെ കൈ വെട്ടി കണ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയരാജൻ എന്തോ കൃത്രിമ കൈയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു, മരിച്ചു എന്ന് വിചാരിച്ചിട്ട് RSSകാർ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതൊക്കെയാണ് ജയരാജനെ ചൊല്ലിയുള്ള കഥകൾ. അതിനകത്ത് കുറച്ച് നേരം ഉണ്ടാവാം, ഇല്ലാത്തതുണ്ടാവാം. എന്തുമായിക്കോട്ടെ, ബദ്ധവൈരികളാണ് RSSും ജയരാജനും ആ ഭാഗത്ത്. ബട്ട് ജയരാജൻ ഇവരെയൊക്കെ പോയി വിസിറ്റ് ചെയ്തു, വീട് തകർത്തവരെ. അപ്പോൾ ജയരാജനും മാറി. പക്ഷേ ഇപ്പോൾ മാറിയില്ല. ഞാനാണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അഭിനയിക്കുന്നത് ഈ നിഴൽ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി.